ഹലോ! ഇന്നത്തെ ഒരു കുഞ്ഞ് ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. പഴയമ്പലത്ത് ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ട്രാവൽ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഞങ്ങൾ 2 ഓട്ടോയിലായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് അനിയത്തി മക്കൾ, ഞാൻ മക്കൾ, അമ്മ, ചേച്ചി, പിള്ളേർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോയിൽ ഒതുങ്ങില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 ഓട്ടോ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ഷേത്രം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് രണ്ടാമത്തെ ഓട്ടോ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പോകുമായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ സ്റ്റെപ്പുകളാണ് കേട്ടോ ഇവിടുത്തെ ശരിക്കും നല്ല കൗതുകം എന്ന് പറയുന്നത്. നിറയെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ആ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനൊക്കെ. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് അവിടുത്തെ കുളത്തിൽ കയറിയിട്ട് നമുക്ക് കാല് കഴുകണം കേട്ടോ. അത് അവിടുത്തെ ഒരു ചടങ്ങാണ്. കാല് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുളത്തിലേക്കൊക്കെ ഞങ്ങൾ പതുക്കെ ഇറങ്ങിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് കേട്ടോ നല്ല വലിയ കുളം. 2 സൈഡും ഇത് സ്റ്റെപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. വഴുക്കൊന്നും പേടിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇതിൽ ഇറങ്ങാറില്ലല്ലോ. അതുകൊണ്ട് വഴുക്കൊന്നും നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് അവരെയും ശ്രദ്ധിക്കണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ നീർക്കൊലിക്ക് പോകണോണ്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകി തിരിച്ച് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം നല്ല വലിയ അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ പൂരങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഒരാഘോഷം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. തൊഴുതാൻ വേണ്ടി ഇതിപ്പോൾ 2ാമത്തെ വട്ടം വരണമെന്നേ ഉള്ളൂ. അത്യാവശ്യം വലിയ അമ്പലമുണ്ട്. പിന്നെ ഇവിടുത്തെ എന്തൊക്കെ ആചാരങ്ങൾ ചടങ്ങുകൾ അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ അങ്ങനെ ചരട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂജിച്ച ചരട്. അപ്പോൾ അത് കൈ കെട്ടണം എന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടൂസിനും പിള്ളേർക്കും ഒക്കെ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തൊട്ട് മുകളിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. ആ അമ്പലം കുറച്ച് താഴ്ത്തുന്നതായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൊഴുതി കഴിഞ്ഞതിന് ശേഷം. പിന്നെ കുറച്ച് ഞങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നേരം യാത്ര ചെയ്തു. പിന്നെ അമ്പലത്തിലൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ കുറച്ച് ഇരിക്കണമല്ലോ. അമ്പലത്തിൽ തൊഴുതി കുറച്ച് നേരം ഇരിക്കണം എന്നാണല്ലോ അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ചരട് അഴിഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ പിന്നെയും ചരട് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു കൗതുകമായി തോന്നിയത് ഇതാണ് കേട്ടോ, ശിവലിംഗ പൂവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂവ് കേൾക്കണതും കാണണതും കേട്ടോ. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ്. ശിവലിംഗ പൂ പറയുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പഴയ ഓർമ്മകൾ. പക്ഷെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഈ പാമ്പുകൾ ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കണ ആ ഒരു പോസാണ് കേട്ടോ ഈ ശിവലിംഗ പൂവിന് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കാൻ പറ്റുമോ അത്ര, പക്ഷെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു പേടി. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ വെറുതെ പറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേ അമ്മയും ചേച്ചിയൊക്കെ അവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വീഡിയോസ് നോക്കിയതേ പൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ കൂടെ പിള്ളേർ സെറ്റുകളുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ശിവലിംഗപ്പൂ എന്ന് പറയുന്നത്. ഒരു മരത്തിലാണ്, വള്ളിയാണ് കേട്ടോ അത്. ആ വള്ളിയിലാണ് മൊട്ട് കായ അങ്ങനെയൊക്കെ നന്ന് പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഒരു തേക്കാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ അരളിപ്പൂവൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഈ പൂവ് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത് നോക്കി നോക്കും, നല്ല ഭംഗിയിൽ കാണാൻ. പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറിച്ചില്ല കേട്ടോ. പറിക്കാൻ പറ്റുമോ അത്രേ. പിന്നെ അമ്പലത്തേക്ക് വന്നതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ പറിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിലെ ആ വലിയ ആൽത്തറ കേട്ടോ. നല്ല തണുപ്പാണ് അതിൻ്റെ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിലും കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ മേലേക്ക് വന്നപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് കണ്ടു കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു നൊസ്റ്റു അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇതുപോലെ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ കുറേ വീഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ചൊരു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തേക്ക് ആ കയറുന്ന 2ാമത്തെ വഴി. ഞങ്ങൾ വേറെ വഴി കൂടെ വന്നത്, 2ാമത്തെ വഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്